വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 വ്യത്യസ്ത രുചികളിലുള്ള നാരങ്ങ വെള്ളമാണ്. ഈ ചൂടുകാലത്ത് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ഗ്ലാസ് അളവിൽ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളമാണ്. പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പ് വെള്ളത്തിൻ്റെ പകുതി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ക്യാരറ്റിൻ്റെ പീസ് നന്നായി ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്നതിന് കുറച്ച് വെള്ളം മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് ഇത് ഒരു ഗ്ലാസ്സിനകത്തേക്ക് ചേർത്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി മിൻറ്റ് ലൈമാണ് തയ്യാറാക്കുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു 7 പുതിന ഇല നന്നായി വാഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏലക്കായ ആണ്. ഏലക്കായ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും പിന്നീട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ് മിൻറ്റ് ലൈം. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ചേർത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ക്ഷീണമെല്ലാം അകറ്റാൻ വളരെയധികം യൂസ്ഫുൾ ആയൊരു ജ്യൂസാണിത്. അടുത്തതായി മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കാഷ്യൂനട്ട് പേസ്റ്റാണ്. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ അളവിൽ ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം ചെറിയ മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്ത് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 3 കാഷ്യൂനട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 വ്യത്യസ്ത രുചികളുള്ള നാരങ്ങ വെള്ളമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചൂടുകാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ക്ഷീണവും ദാഹവും എല്ലാം അകറ്റാൻ പറ്റിയ നല്ല ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.